നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. WCCയിലെ ചുണക്കുട്ടികളുടെ വിയർപ്പിൻ്റെ വിലയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് സിനിമ രംഗത്തെ ആകെ ഇളക്കിമറിച്ചു. പൊതുസമൂഹം ഇന്നും അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. ചൂഷണത്തിന് വിധേയമായ ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമെല്ലാം ശാസ്ത്രീയമായ അന്വേഷണത്തിൽ തിളങ്ങാത്തവണ്ണം കെട്ടവയാണ്. അത് വികൃതമാണ്. ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നാം. ഇങ്ങനെയൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. ഏതെല്ലാം വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്ത സമ്പ്രദായമാണ് മലയാള സിനിമ. എല്ലാവരും അങ്ങനെയാണെന്നും ഹേമ കമ്മിറ്റി പറയുന്നില്ല. ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന സിനിമാ മേഖലയിൽ നിന്നും ഏതാണ്ട് 60-ൽ പരം പേര് മാത്രമാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. അത് വെറും 25% നമുക്ക് കണക്കുകൂട്ടാവുന്നതേ ഉള്ളൂ. മലയാള സിനിമ നേരിടുന്ന ഈ അപജയങ്ങൾക്കെല്ലാം കാരണം 15-അംഗ പവർ ഗ്രൂപ്പാണെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. സ്ത്രീ വിരുദ്ധത, അനീതി, വിവേചനം ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഈ പവർ ഗ്രൂപ്പാണെന്നാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അവരുടെ ആജ്ഞകൾ അനുസരിക്കാത്തവരുടെ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരുടെയും ഭാവി തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പേരോ മേൽവിലാസമോ അടയാളങ്ങളോ ഒന്നും പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല. ഇങ്ങനെയുള്ള ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്കും വ്യക്തതയില്ല. എന്നാൽ പവർ കുറഞ്ഞ നിരവധി ഗ്രൂപ്പുകൾ ഈ രംഗത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം. എന്തെന്നാൽ പണ്ടൊന്നും ഇല്ലാതിരുന്ന മട്ടാഞ്ചേരി ഗ്രൂപ്പ്, തിരുവനന്തപുരം ഗ്രൂപ്പ്, എറണാകുളം ഗ്രൂപ്പ്, കോഴിക്കോട് ഗ്രൂപ്പ്, അതുമാത്രമല്ല ലഹരി ഗ്രൂപ്പ്, കൊട്ടേഷൻ ഗ്രൂപ്പ്, അങ്ങനെ പലതുമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേൽ 4.5 വർഷം അടയിരുന്നിട്ടും എല്ലാ മുട്ടകളും വിരിഞ്ഞിട്ടില്ല. മുഴുത്ത മുട്ടകൾ വിരിയാൻ ഇനിയും ഏറെ സമയമെടുക്കും. നീതിരാഹിത്യത്തിന്റെ 4.5 വർഷമാണ് കടന്നുപോയത്. ഇരകൾ കൊടുത്ത മൊഴിയോടൊപ്പമുള്ള വാട്സപ്പ് ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, പെൻഡ്രൈവുകൾ ഇവയെല്ലാം 77 പേജിനോടൊപ്പം വളരെ ഭദ്രമായി ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയോ സംരക്ഷിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വളരെ ബുദ്ധിമുട്ടി നിറവേറ്റുകയാണ്. അതിജീവിതയ്ക്കൊപ്പം അഭിമാനത്തോടെ അന്തസ്സായി നിന്നവരുടെ കൂട്ടായ്മയാണ് WCC. അവർ നയിച്ച ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ ഫലമാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് രൂപം കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം. അവരെ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. WCCയുടെ ഭാഗമല്ലാത്ത മറ്റു ചില വനിതകളും അവർക്കൊപ്പം ശബ്ദമുയർത്തി. പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിൽ നിന്നും ഇരയുടെ പേര് മറച്ചു വെക്കണമെന്നും വേട്ടക്കാരുടെ പേരുകൾ വെളിപ്പെടുത്തണമെന്നും കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ പറഞ്ഞവരുടെ ഇപ്പോഴത്തെ മലക്കം മറിച്ചൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവരെയൊക്കെ പൊതുസമൂഹം ഇഷ്ടപ്പെട്ടിരുന്നത് ഇവരുടെയൊക്കെ വിഷയങ്ങളിലെ നിലപാടുകൾ വിലയിരുത്തിയിട്ടാണ്. വളരെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആ സൽപ്പേര് നിലനിർത്തേണ്ടത് എന്തിന്റെ പേരിലാണെങ്കിലും അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാലം എത്ര കഴിഞ്ഞാലും പുറത്തു വരേണ്ടതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. സിനിമാ മേഖലയിൽ നവീകരണം എന്ന ഒരു പുതിയ തീരുമാനം ഉണ്ടാകാൻ തന്നെ കാരണം ഇങ്ങനെയൊക്കെ കുറച്ചു കാര്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടല്ലേ. തുറന്നു പറയാൻ അവസരം കിട്ടുമ്പോൾ അവർ തുറന്നു പറയട്ടെ. മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴട്ടെ. നിങ്ങളെപ്പോലുള്ളവർ ദയവായി അതിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കൂ. കലുഷിതമായ ഈ കാലയളവിൽ മൂടിവെച്ചതും വെളിച്ചം കാണാത്തതുമായ സത്യങ്ങളെല്ലാം ഒന്നിച്ചു വെളിയിൽ വരട്ടെ. അതിനൊക്കെ പരിഹാരം കാണേണ്ടതുമല്ലേ. ഈ റിപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പടമെടുത്ത ഒരു പ്രൊഡ്യൂസർ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ എൻ്റെ പേര് കളങ്കപ്പെടും
എന്ന് പറഞ്ഞ് പൊതു താൽപര്യ ഹർജി കൊടുക്കുന്നു. ഹൈക്കോടതി ചോദിക്കുന്നു, താങ്കളുടെ പേര് കളങ്കപ്പെടുന്നതാണോ പൊതു താൽപര്യം? അങ്ങനെ അദ്ദേഹത്തിന്റെ ആ താൽപര്യം അവിടെ അവസാനിക്കുകയും അദ്ദേഹം വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നടി കൂടി ഈ കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നു. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ആ മാതൃഹൃദയം നാം മനസ്സിലാക്കേണ്ടതല്ലേ? ഒരമ്മയ്ക്ക് തന്റെ മകൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിക്കാൻ കഴിയുന്ന പല സത്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിലരൊക്കെ അതൊരാഘോഷമാക്കി മാറ്റിക്കൊണ്ട് രംഗത്ത് വന്ന് നിറഞ്ഞാടി. ഭാരതം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ശ്രീ ബാലചന്ദ്ര മേനോനെ പോലും വെറുതെ വിട്ടില്ല. അദ്ദേഹം ഈ ജൗളിക്കടയിലെ വലിയ പാവയ്ക്ക് ദിവസവും തുണി മാറ്റുന്നത് പോലെ നിരവധി യുവതികളെ നൂൽവസ്ത്രമില്ലാതെ നിർത്തിയിരിക്കുന്നത്, അങ്ങനെ ദിവസങ്ങളോളം ഈ പ്രക്രിയ അവർ കണ്ടുവെന്നും അവർ കോമഡി അവതരിപ്പിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് പറയുന്നു. അത് കേട്ടു നിൽക്കുന്നവരും എല്ലാവരും ചിരിക്കുന്നു. അങ്ങനെ ഒരു കോമഡി സ്കിറ്റിന്റെ രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം അപമാനിതനാകുന്നു. തന്റെ മാനം തിരിച്ചു പിടിക്കാനായി അദ്ദേഹം കോടതി കയറുന്നു. കോടതി അദ്ദേഹത്തോടൊപ്പം നിന്നു, സത്യത്തോടൊപ്പം നിന്നു. എനിക്കിവിടെ പറയാനുള്ളത്, ഈ കള്ളക്കേസുകളുമായി വരുന്നവർക്കും അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. സിനിമ ഇൻഡസ്ട്രിയെ മൊത്തം കുഴപ്പക്കാരായി ചിത്രീകരിക്കാതെ കുഴപ്പക്കാരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടി അവരുടെ പേരിൽ നടപടിയെടുത്ത് മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കും. മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവർ കളങ്കിതരാവുകയും ചെയ്യും. ഇരയുടെ പേര് ഒരിക്കലും പുറത്തു പറയരുത്. വേട്ടക്കാരുടെ പേരുകൾ പുറത്ത് തുറന്നു പറയുക തന്നെ വേണം. അവരിനി എത്ര ഉന്നതരായാലും നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് ഓർത്താൽ നന്ന്. വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. നന്ദി, നമസ്കാരം.